സർ ഇറ്റ്സ് വെരി സ്ട്രോങ്, സേഫ് ആണ് സർ. സാർ ഒരു ഇൻകം ടാക്സ് ഓഫീസർ വിചാരിച്ചാലും ഇവിടുന്ന് സ്വർണ്ണം എടുക്കാനോ കൊണ്ടുപോകാനോ നിയമം വരാൻ പറ്റില്ല. അതെ സർ, സർ പ്ലീസ്. സർ നമ്മുടെ നാട്ടിൽ ഏകദേശം 600ഓളം പേരുടെ സേവിങ്സ് അക്കൗണ്ട് നമ്മുടെ ബ്രാഞ്ചിലുണ്ട്. ആ അക്കൗണ്ടുകൾ വഴി സാറിന്റെ സ്വർണം പണയം വെക്കാം. പിന്നെ ഇപ്പോഴത്തെ ഗോൾഡ് സ്കീം അനുസരിച്ച് 90% പണം കിട്ടും. യെസ് സർ, പണം വിദേശത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലീഗൽ നോ സർ. ഇത്രയും സ്വർണം ഒരുമിച്ച് വന്ന നിങ്ങളുടെ ഉന്നതാധികാരിക്ക് സംശയം തോന്നില്ലേ? ചെറിയ സംശയം തോന്നും സർ, പക്ഷെ തെളിയിക്കാൻ പറ്റില്ല. സർ അതിനൊരു വഴിയുണ്ട്. എന്താ അത്? സർ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കയ്യിലുള്ളതുകൊണ്ട് പല ബ്രാഞ്ചുകളിൽ നിന്ന് നമുക്ക് സ്വർണം പണയം വെപ്പിക്കും. ആർക്കും സംശയം തോന്നും. അത് ശരിയാ. എന്റെ കൂടെ നിന്ന എല്ലാവർക്കും ഗുണമുണ്ടാവും. ഇല്ല സർ, അതൊന്നും പേടിക്കണ്ട, ഇതെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. എനിക്ക് വിശ്വാസമായി. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? 600ഓളം പണയ രസീതുകൾ നമുക്ക് റെഡിയാക്കണം. ഇന്ന് ചൊവ്വാഴ്ച, വ്യാഴാഴ്ച രാത്രി നമുക്ക് ചെയ്യാം സർ. വ്യാഴാഴ്ച ശരി. ബട്ട് തന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് അളന്നു തൂക്കി വേണം പണയ രസീതുകൾ റെഡിയാക്കാൻ. കൃത്യമായി 150 കിലോ സ്വർണത്തിനുള്ള പേപ്പറുകൾ റെഡിയാക്കണം. അയാൾക്ക് ഒരു സംശയവും തോന്നാൻ പാടില്ല. വ്യാഴാഴ്ച രാത്രി സ്വർണവുമായി ബട്ട് എടുത്തു. പിന്നീടുള്ള ദിവസങ്ങൾ ബാങ്കിന് അവധി കൊടുത്ത് ലോക്കറിലെ സ്വർണവുമായി നമ്മൾ ഇവിടുന്ന് മുങ്ങും. ഇതാണ് എൻ്റെ പ്ലാൻ. വേറെ വല്ലവർക്കും വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അറിയാലോ. ബട്ട് പോയ ശേഷം നമ്മളെല്ലാവരും സ്വർണം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുമെന്നാണ് വിജയ് പറയുന്നത്. പക്ഷെ എന്തോ എനിക്ക് അയാളെ വിശ്വാസമില്ല. അയാളുടെ മനസ്സിലെന്താന്നുള്ളത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല വിഷ്ണു. വ്യാഴാഴ്ച ബട്ടിന്റെ സ്വർണം വന്ന വിജയ്ക്ക് നമ്മുടെ ആരുടെ ആവശ്യമില്ല. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ വേണം. രക്ഷപ്പെട്ടാലും ഈ കേസിനകത്തു നിന്നൊക്കെ നമ്മൾ എത്ര നാൾ ഒളിച്ചു നടക്കുമെന്ന് വെച്ചിട്ടാ. വിജയ് സാറാ. ലൗഡ് സ്പീക്കറിലിട്. ഹലോ സാർ. ലക്ഷ്മി, പ്ലാൻ ചെയ്ത പോലെ തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അതെ, സാറ് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ സാർ. ഇനി നിങ്ങൾ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? സർ, സ്വർണം വരുന്നത് വരെ നമ്മൾ ബാങ്കിൽ വെയിറ്റ് ചെയ്യണം. സ്വർണം ബാങ്കിൽ എത്തിയ ശേഷം വിജയെ കുറച്ചു നേരത്തേക്ക് അവിടെ നിന്ന് മാറ്റി നിർത്തണം. എന്തിന്? അപ്പോഴേ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. എങ്ങനെ? ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി. സാർ ലക്ഷ്മിയെ കൂട്ടി പോയി. ചാക്കോ, റഹീം, നമുക്ക് കുറച്ച് പണിയുണ്ട്.